ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ, കറൻറ്റ് ഫീലിങ്സ് കൂടി ചേർത്തിട്ട് നമ്മൾക്ക് നോക്കാം. കാർഡ്സിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത് അവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം ഫസ്റ്റ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ എന്താണ്. ഇപ്പോൾ സെപ്പറേഷനിലായവർക്കും സ്മൂത്ത് ഗോയിങ് ആയവർക്കും എല്ലാവർക്കും തന്നെ ഇത് കാണാവുന്നതാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ പറ്റി ജസ്റ്റ് ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, വഴക്കോ വാക്ക് തർക്കങ്ങളോ സെപ്പറേഷനോ അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നതും എല്ലാം തന്നെ നല്ലതായിരിക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കേൾക്കുക. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഹലോ ഫസ്റ്റ് പൈൽ, അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, കറൻ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ആൻഡ് ഫസ്റ്റ് കാർഡ്, ഫസ്റ്റ് തന്നെ ദ ഹൈ പ്രീസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നതാണ് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത്. 5 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് റെസനേറ്റ് ആകാത്തവർ തീർച്ചയായിട്ടും സെക്കൻഡ് പൈൽ കാണണം. ഓക്കെ, ഇവിടെ കൂടുതൽ ഈ ഒരു ഫസ്റ്റ് പൈലിൽ ഞാനത് പറയാൻ കാര്യം, ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റിലുള്ളവരാണ്. അറ്റ് പ്രസൻറ്റ് ആ ഒരു പേഴ്സണായിട്ടൊരു സ്മൂത്ത് ഗോയിങ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾക്കോ ആ ഒരു പേഴ്സൻ്റെ അടുത്തൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ ഭയങ്കര വീണ്ടും വീണ്ടും ഇതിൽ നിൽക്കും തോറും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ടായി വരുന്നു. നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണൽ അഡിക്ഷൻ പോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി പോലെ വരും പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറാനായിട്ട് പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ദ ഹൈ പ്രീസ്റ്റേഴ്സ് 5 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് കപ്സ് ആണ്. ഇവിടെ 5 ഓഫ് കപ്സിലും 8 ഓഫ് കപ്സിലും നമ്മൾക്കൊരു സെപ്പറേഷനാണ് കാണാൻ കഴിയുന്നത്. അതും ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഒട്ടും ഇഷ്ടമല്ലാതെ ഒരു സെപ്പറേഷൻ, ഒട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കലും ഒരു സെപ്പറേഷൻ വരരുത് എന്ന് ആഗ്രഹിച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഭയങ്കര ഒരു പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഈ ഒരു പേഴ്സണെ പറ്റിയിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നു. ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നോ, അതേപോലെ തന്നെ എന്താണ് ഈ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ വരാൻ കാര്യം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്സ് ആണ്, അതായത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ട് പലർക്കും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരിക്കാം, എന്നിട്ടും അതിൽ സ്റ്റക്കായി നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ കഴിയുന്നില്ല. ഈ ഒരു പേഴ്സൺ ഇല്ലാതെ കഴിയില്ല എന്നൊരു സിറ്റുവേഷനാണ് 5 ഓഫ് കപ്സിലും 8 ഓഫ് കപ്സിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ദ ഹൈ പ്രീസ്റ്റേഴ്സിലൊരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയും ഇതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, എന്നാൽ നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാനും പറ്റുന്നില്ല. ഓക്കെ, ഒരു അഡിക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡീപ്പ് കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
എന്തൊക്കെ വന്നാലും ഈ ഒരു പേഴ്സണുമായിട്ട്, വേറെ ആരുമായിട്ട് ഒരു സെപ്പറേഷനോ എന്തോ വന്നോട്ടെ, പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും വന്ന് മിണ്ടി, വീണ്ടും ഒരു സെപ്പറേഷൻ, വീണ്ടും വന്ന് മിണ്ടി, ഇങ്ങനെ ഭയങ്കര ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഇത് എൻഡ് ആകുന്നുമില്ല, എന്നാൽ ഇടയ്ക്കൊരു സെപ്പറേഷൻ വരുന്നുമുണ്ട്. ഓക്കെ, സോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ തന്നെ ഇവിടെ ഭയങ്കര ഒരു കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി വന്നു, അങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വേറൊരു കാര്യം കാർഡ്സിലെടുത്ത് കാണിക്കുന്നത്, നിങ്ങൾ സ്ട്രോങ്ലി അറിഞ്ഞോ അറിയാതെ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു സെപ്പറേഷൻ കാര്യങ്ങൾ വന്നവരാണെങ്കിൽ പറയേണ്ട, അത്രത്തോളം ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ പല വഴികൾ നോക്കുന്നുണ്ടായിരിക്കാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, റെയിൻബോസ്, യൂണിവേഴ്സായിട്ട് പല സിഗ്നൽസും നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾക്ക് ബാക്കി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ പേഴ്സൺ എന്തിന് ലൈഫിൽ വന്നു, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ സമയം നിങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഒരു സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ഫാമിലി, ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ, നമുക്ക് ബാക്കി വഴിയേ നോക്കാം. സോ പോസിറ്റീവായിട്ടിരിക്കുക, വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് പൈൽ, യൂണിവേഴ്സ്. ഓക്കെ, ഒരു കാർഡ് ജമ്പ് ചെയ്ത് വന്നു, അത് നമ്മൾക്ക് ആവശ്യമില്ല. ഫസ്റ്റ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ, പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾക്ക് നോക്കാം എന്താണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്. ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ദ ഹെറോഫൻറ്റ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പല ഇഷ്യൂസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് പോലും ഒരു ടൈം തരികയോ, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്റ്റെബിലിറ്റി തരാതിരിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതിലൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല, എന്നാലും ഇതിൽ ബ്ലാക്ക് മാജിക് കാരണവും ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റിലേക്ക് പോയി എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ ഹെറോഫൻറ്റ് ആൻഡ് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ, ഒരു സെപ്പറേഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ നിങ്ങളായിട്ട് തന്നെ മൂവ് ഓൺ ആകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം. ആ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷനാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ് എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, സ്പൈ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, കോൾ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ് ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊരു ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സെപ്പറേഷനായിട്ട് മാസങ്ങളായവർക്ക് പോലും ഇവിടെ ഒരു
ചാൻസ് ഉണ്ട്, ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പേഴ്സൺ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും, പല ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ആ ഒരു ക്ലാരിറ്റി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും. പല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകും തോറും മനസ്സിലാകും. സോ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഈ ഒരു പേഴ്സണെ വീണ്ടും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു കറൻറ്റ് ഫീലിങ്സ് പറയുകയാണെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ലൈഫിലൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആളുടെ ലൈഫിൽ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ആൾ ഭയങ്കരമായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് പൈൽ, ദ സ്റ്റാർ കാർഡ്, 3 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ്. അടുത്ത 3 ദിവസം, 3 ആഴ്ച, 3 മാസം വരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നൊരു സമയം തന്നെയാണ്. ഓക്കെ, ഒരു 3 months മാക്സിമം നിങ്ങൾക്കൊരു 3 months കൂടി വെയിറ്റ് ചെയ്യാം. മൂവ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒരു 3 മാസം കൂടി ഈ ഒരു വ്യക്തിക്ക് സമയം കൊടുക്കാം. ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാം. 3 മാസം കൂടി ഇതിൽ വെയിറ്റ് ചെയ്യാം എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പിരിയരുത്, ഒരു കംപ്ലീറ്റ് ഒരു സെപ്പറേഷൻ വരരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു കണക്ട് ചെയ്യപ്പെട്ടൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എത്രയൊക്കെ നോ കോണ്ടാക്റ്റിൽ പോയാലും വീണ്ടും വീണ്ടും കണക്റ്റ് ആകുന്നു. നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും ശരി, ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നൊരു സിറ്റുവേഷനും എപ്പോഴും നിങ്ങൾ കൂടെ കാണണം, ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മേ ബി സാഹചര്യം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ആളുടെ പേഴ്സണൽ ലൈഫ് ഇഷ്യൂസോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം മാറി നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ആളൊട്ടും അറ്റ് പ്രസൻറ്റ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഹാപ്പി അല്ല. ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയായിട്ട് പറഞ്ഞു നിർത്തിയ കണക്ഷൻ ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി അല്ല. നിങ്ങൾ ഇല്ലാതെ എന്തോ ഒരു എംപ്റ്റി ഫീൽ ആ ഒരു പേഴ്സണുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷനും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കണക്ഷൻ വർത്താണ്. കൂടുതൽ പേർക്കും, ഒരു 60% ആൾക്കാർക്കും ഈ ഒരു പേഴ്സണായിട്ടൊരു ഫ്യൂച്ചറുണ്ട്. മുന്നോട്ടേക്കും ഒരു കോണ്ടാക്റ്റ് ലൈഫ് ലോങ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും. അങ്ങനെ ലൈഫ് ലോങ് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഓക്കെ, ലൈഫ് ലോങ് ഈ ഒരു പേഴ്സണായിട്ടൊരു കോണ്ടാക്റ്റെങ്കിലും കീപ്പ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം, ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്യുകയാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോകും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഫസ്റ്റ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് പൈൽ, പോസിറ്റീവായിട്ടിരിക്കുക, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. ഒരു കാർഡ് കൂടി എടുത്തോട്ടെ. ഓക്കെ, 4 ഓഫ് സോഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലാരിറ്റി 3 monthsനുള്ളിൽ തന്നെ കിട്ടാനുള്ളൊരു ചാൻസാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണ് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു റെസ്റ്റ് വേണ്ടതായിട്ടോ, മേ ബി ഒരുപാട് ടെൻഷൻ ആവുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ചൊരു നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു 1 or 2 days ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനോ കാണിക്കുന്നുണ്ട്.
സോ നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം. ആൻഡ് ദ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, ഹെൽത്തൊക്കെ നോക്കുക. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൽ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ്. ഒരു 3 months കൂടി നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം. പറഞ്ഞത് മറക്കണ്ട. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട്. അത് കാരണമാണ് ഒരു ലാഗ് വരുന്നത്. ഒരു ക്ലാരിറ്റി കിട്ടാൻ ഒരു ലാഗ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണമാണ്. പലപ്പോഴും ഒരു റീകൺസിലേഷൻ നടക്കാതെ ഒരു ഡിലേ വരുന്നതും ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണമാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ, നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് വൈസ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്, കറൻ്റ്ലി എന്താണ് സിറ്റുവേഷൻ, കറൻറ്റ് ഫീലിങ്സ്, സോ കാർഡ്സിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാം തന്നെ നോക്കാം. ഈ ഒരു പേഴ്സണെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. ഓക്കെ, ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് പൈൽ റെസിനേറ്റ് ആകാത്തവർക്ക് ഫസ്റ്റ് പൈൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ്. പോസിറ്റീവായിട്ട് തന്നെയാണ് ഫസ്റ്റ് പൈൽ കിട്ടിയിട്ടുള്ളത്. ഇവിടെ 4 of Wands ആണ് ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾ 1111 111 ഒക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഓഫ് കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്ക് ടു ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ദ എംപറർ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് 2 of Cups ആണ് കിട്ടിയിട്ടുള്ളത്. എത്ര പോസിറ്റീവായിട്ടാണ് കിട്ടിയത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. കുറച്ചെങ്കിലും ടാരറ്റ് കാർഡ് റീഡിംഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. എന്തെങ്കിലും ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ഉണ്ടെങ്കിൽ അധികം ഡിലേ ഇല്ല. ഒരു 2 months ഒക്കെ സമയം കാണിക്കുന്നുള്ളൂ. മേ ബി ഒരു 2 weeks തന്നെ നിങ്ങൾക്കൊരു ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ. മേ ബി ഒരു പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ നേരിട്ട് കാണാനുള്ളൊരു ചാൻസ്, കുറേയും കൂടി ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോവുക. ഓക്കെ, ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പേഴ്സണുമായിട്ടൊരു മാരേജ് എൻഗേജ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസ് ഒരു 60% ആൾക്കാർക്കും ഇത് റെസിനേറ്റ് ആകും. പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ഈഗോയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ പോയാലും ആരാദ്യം മിണ്ടും, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആരും ആക്ഷൻ എടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ 2 of Cups വന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമ്മൾക്ക് ബാക്കി എന്താണ് ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം. മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അറിഞ്ഞോ അറിയാതെ ഒരു പേഴ്സണെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ലൈഫിൽ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ശരിക്കും ഇഷ്ടമുണ്ടോ, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നതാണ് കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പുറത്ത് കാണിക്കില്ല. അധികം ഫീലിങ്സോ അല്ലെങ്കിൽ ഇത്രയും ഇഷ്ടമുണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാത്തൊരു, എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കണം എന്നില്ല. മേ ബി ഒരു അഡിക്ഷൻ പോലെ ആകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം. സോ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, കൂടുതൽ ഫീലിങ്സും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്നാൽ ചില പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള പേഴ്സൺസിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാ ഫീലിങ്സും അത്രത്തോളം ഇഷ്ടമുണ്ടായിട്ടും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഒന്നും ഓപ്പണായിട്ട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ എപ്പോഴും ഇങ്ങനെ സ്കിപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കോണ്ടാക്റ്റ് ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്കറിയാം. ഓക്കെ,
ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ല എന്നത്. പക്ഷേ ചില സമയം നിങ്ങൾക്ക് മേ ബി വിഷമാവുന്നുണ്ടായിരിക്കാം. ദ എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു സ്ട്രോങ് സ്റ്റെബിലിറ്റി ലൈഫിൽ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ക്യാഷിനൊക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾക്ക് നോക്കാം, ആൾക്കൊരു ടൈം പാസ് എന്ന രീതിയിലൊന്നും ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒന്നും ആഗ്രഹമില്ല. ടൈം പാസ് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അങ്ങനെ ആളുടെ ലൈഫിൽ ഒന്നും തന്നെ ഒരു ടൈം പാസ് എന്ന രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഒന്നും ആൾക്ക് താല്പര്യമില്ല. സ്റ്റേബിളായിട്ട് തന്നെ സിൻസിയറായിട്ട് തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആകെ കൂടിയുള്ളൊരു ചെറിയ പ്രശ്നമെന്ന് പറയാൻ സാധിക്കുകയില്ല, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. സെക്കൻഡ് പൈൽ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം സെക്കൻഡ് പൈൽ. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, 2 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മേ ബി ഒരു ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അത് അട്രാക്റ്റ് ആകും. എന്താണോ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് അട്രാക്റ്റ് ആകും. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങളെയാണ് ആ ഒരു പേഴ്സൺ ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാർഡ്സിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളായിട്ട് ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം, ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി മുൻ ജന്മത്തിൽ പരിചയമുള്ളത് പോലെ തന്നെ. ഓക്കെ, 2 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങളെ തന്നെ ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, ലൈഫ് ലോങ് എപ്പോഴും കൂടെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി വന്ന് ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനോ വേറൊരു ജോബോ പുതിയൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുന്നതായിട്ടോ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഇൻകം, ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആളത് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അട്രാക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കി. അതേപോലെ നിങ്ങളൊരു മാരേജ് എൻഗേജ്മെൻ്റ് ആണ് ഈ വ്യക്തിയുമായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഒരു 60% ആൾക്കാർക്കും നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ നിങ്ങൾക്കൊരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ അധികം ലേറ്റ് ആവാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ബേബി. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഒരുമിച്ച് നിൽക്കുക എന്ന് പറയില്ല, ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. സെക്കൻഡ് പൈൽ, ടെംപറൻസ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് പെൻഡിക്കിളാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം. മോസ്റ്റ്ലി നിങ്ങൾക്കെന്നാണ് എനിക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചീറ്റ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്ന, മെൻ്റലി ഭയങ്കര ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ കാണാൻ കഴിയുന്നത് കാർഡ്സിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, കസിൻസ് ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരെ പോലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നു. മേ ബി നേരത്തെ നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെയിൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് തന്നെ ലാസ്റ്റിൽ അതൊരു
പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ ചെറുതായിട്ടല്ല അത്യാവശ്യം കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ. ആൻഡ് ഇവിടെ ടെമ്പറൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻറ്റിക്കിൾസും ആണ് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്ത് ഇഷ്യൂസ് വന്നാലും ഒരുമിച്ച് നിന്ന് ഒരു സ്ട്രെങ്ത് വന്ന് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നതായിട്ടും ഒരു ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈൽ പോലെ തന്നെ ഇവിടെയും വെയിറ്റ് ചെയ്യാമെന്നത് തന്നെയാണ് കാണിക്കുന്നത്. 4 months 5 months ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി എത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഇതിനൊരു എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു ഹെൽപ്പ് കിട്ടും. ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടും അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 11 111. അതേപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ 22 22 222 ഏഞ്ചൽ നമ്പേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ പണ്ടേ ഇട്ടിട്ടുണ്ട്. മേ ബി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏകദേശം ഒരു 1.5 വർഷം മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ചെയ്യാം. മീൻസ് ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടും മിറർ നമ്പേഴ്സിനെ പറ്റിയിട്ടും. ഓക്കെ, അതേപോലെ റെയിൻബോസ്, ബട്ടർഫ്ലൈസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മീൻസ് കുറേ കോമൻറ്റ്സ് വരുന്നതും ഇപ്പോൾ റിപ്പീറ്റായിട്ട് ഏഞ്ചൽ നമ്പേഴ്സും മിറർ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. സോ അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നും റീഡിങ്സ് മാത്രം കാണാതെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതും, എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നു, റിപ്പീറ്റായിട്ട് നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതും റെയിൻബോസ് കാണുന്നതും. ഓക്കെ, ലൈഫിലൊരു മാറ്റം വരുന്നത് എങ്ങനെ അത് ലൈഫായിട്ട് കണക്ട് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. ഓക്കെ, ഒരുപാട് പേര് ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എങ്ങനെ അത് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാം, എന്ത് മെസ്സേജാണ് നമ്മൾക്ക് ആ ഒരു നിമിഷത്തിൽ യൂണിവേഴ്സായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ ലൈഫായിട്ട്. ഓക്കെ, അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. സോ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. Second pile, universe, angels, divine. 6 of cups കിട്ടിയിട്ടുണ്ട്. ദ ഡെവിൾ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സെപ്പറേഷനോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതിലൊരു സെപ്പറേഷൻ വരാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഈ ഒരു കണക്ഷനെ പറ്റിയിട്ടോ നിങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ ആരുടെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, വേറൊരു തേർഡ് പേഴ്സൺ വന്ന് ഇതിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നത് ആരുടെ അടുത്തും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഒന്നും ആരുടെ അടുത്തും പറയാതിരിക്കുക. ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോലും പറയാതിരിക്കുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തേർഡ് പേഴ്സൺ വന്ന ഒരു സെപ്പറേഷനിലേക്ക് പോകാനുള്ളൊരു ചാൻസ്, അതാണ് നമ്മൾ തടയേണ്ടത്. പ്രത്യേകിച്ചും ടാരോ കാർഡ് റീഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാർഡ്സിൽ കാണുന്നത് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾക്ക് അടുത്ത ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് യൂസ്ഫുള്ളാണ് പലപ്പോഴും. സോ ഈ ഒരു കാര്യം ഇങ്ങനെ കാർഡ്സിൽ കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കൊരു ക്യാഷ് വേസ്റ്റബിലിറ്റി വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഓൾറെഡി ഒരു ക്യാഷ് ഫ്ലോ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോബോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റമോ അങ്ങനെ പല വഴിയിലൂടെ ഒരു ക്യാഷ് ഫ്ലോ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമാസോ ഓൾറെഡി നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഹീൽ ചെയ്യേണ്ട ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഒന്നിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ട്രോമാസൊക്കെയുള്ള രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്നതിലും നല്ലത് ആ ഒരു ട്രോമാസൊക്കെ മാറി ഭയങ്കര ഒരു, എന്നാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുമ്പോൾ പോലും വഴക്കില്ലാതെ പ്രശ്നങ്ങളില്ലാതെ സൗമ്യമായി എല്ലാം സംസാരിച്ച് ഭയങ്കര സ്നേഹത്തിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ആ ഒരു ട്രോമാസോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് വഴക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. സോ ഇപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. 7 ഓഫ് പെൻറ്റിക്കിൾസും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജോലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടുമ്പോൾ. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.